ആവിഷ്ട ഫലത്തെ നൽകാൻ ഗുരുവായൂരപ്പനെ പോലെ എല്ലാം അറിഞ്ഞ് അനുഗ്രഹിക്കാൻ പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്നത് കൊണ്ട് നാട്ടിൽ വന്നാൽ തിരിച്ചു പോവാൻ പറ്റാത്ത ഒരു ഭയം. നമസ്കാരം, ശ്രീനാഥ് നമ്പൂതിരിയാണ്. ജൂലൈ മാസം 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങൾ, അതായത് കർക്കടക മാസത്തിലെ 10-ാം തീയതി മുതൽ 17 വരെയുള്ള ദിവസങ്ങളിലെ ചന്ദ്രചാരവശാലുള്ള ഫലത്തെയാണ് വാരഫലം എന്ന് പറയാം. ആ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ അതത് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആ രാശിയിലും മറ്റുള്ള രാശിയിലുമുള്ള ഗ്രഹസഞ്ചാരത്തെ അനുഭവിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ്. ചന്ദ്രചാരവശാലുള്ള ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ രാശിമാറ്റം എന്നുള്ളത് പൂർത്തീകരിക്കുന്നത് ഈ ഒരു ചന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാരഫലത്തിലും വളരെയധികം മാറ്റങ്ങളാണ് ഈ ലോകത്തിലും മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാവുക. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാലടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ രാശിനാഥനായ ചൊവ്വ സഞ്ചരിക്കണു, 3-ാം ഭാവത്തിൽ ബുധനും, 4-ാം ഭാവത്തിലേക്ക് ആദിത്യൻ കർക്കടക മാസത്തിലായതുകൊണ്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാഴവും സ്ഥിതി ചെയ്യാണ് ഈ ഒരു കർക്കടകൻ രാശിയിൽ. 4-ാം ഭാവത്തിൽ ഈ ഒരു ഗുരു ആദിത്യ യോഗം സംഭവിക്കുകയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കുറേ ദോഷങ്ങളിൽ നിന്നും കുറേ ആശ്വാസം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അടുത്തിടെയായി ഉണ്ടായിട്ടുള്ള വാഹനാദി ക്ലേശങ്ങളും കുടുംബജീവിതത്തിലുള്ള അസ്വസ്ഥതകളും വിട്ടുമാറുന്ന ഒരു വാരമായിട്ട് വരും മേടക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ നാളെ മുതൽ ജൂലൈ 27 മുതൽ വക്രസഞ്ചാരം ആരംഭിക്കുന്ന ശനിയുടെ ഈ ഒരു സ്ഥിതി മേടക്കൂറുകാരെ സംബന്ധിച്ച് 12-ലുള്ള ആ ശനിയുടെ കാഠിന്യം കുറയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലമാണ്. ഇത്തരത്തിൽ മേടക്കൂറുകാർക്ക് ഈ ഒരു കർക്കടക മാസത്തിൽ ഈ ഒരു വാരം വളരെ അനുകൂലമായി മനസ്സിലാക്കാം. മാനസികമായ ഊർജം ഉണ്ടാവും, നേത്രരോഗങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി രമ്യമായിട്ടുള്ള ഒരു വാരമായി തീർക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമുള്ള ഒരു കാലഘട്ടമാണ്. ആ ബുധൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള അലസതകളും മറ്റും ഈ മേടക്കൂറുകാർക്ക് വിട്ടുമാറുന്നതായിട്ട് കാണാം. പഠനം പൂർത്തിയാക്കിയവരെ സംബന്ധിച്ച് വിദേശത്തോ മറ്റുള്ള സ്ഥലത്തും ഒക്കെ ജോലി കിട്ടുന്നതിന് വളരെ അനുകൂലപ്പെട്ട കാര്യമാണ്. മേടക്കൂറുകാരുടെ 7-ാം ഭാവാധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാരവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യങ്ങളാണ് ശ്രമിക്കുന്ന മേടക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കിട്ടുക. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ധാരാളം പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള പല ക്ലേശങ്ങളും സാമ്പത്തികമായ ക്ലേശങ്ങളും അവരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ മാറ്റം വരുന്നതാണ്. എങ്കിൽ തന്നെയും 2-ാം ഭാവത്തിലുള്ള ഈ രാശിനാഥൻ അമിതമായിട്ടുള്ള ചെലവിനെയും ആർഭാട ജീവിതത്തെയും നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധയുണ്ടാവേണ്ടതാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം പരസ്പര സഹായം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതോടൊപ്പം മധ്യവയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യപരമായ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യതയില്ലാത്തവർക്കും ക്ലേശങ്ങളുള്ളവരുണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം ചെയ്യുക. പ്രത്യേകിച്ച് ഈ 4-ാം ഭാവത്തിലെ ആദിത്യൻ എന്നുള്ളത് ശിവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ആദിത്യന്റെ അനുകൂലത്തിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം നമഃശിവായ എന്ന് ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനിക്ഷേത്ര ദർശനം ചെയ്യണം. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കർക്കടക മാസത്തിൽ ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. മേടക്കൂറുകാർക്ക് ഇത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാർക്ക് ലഗ്നരാശിയിൽ ആ ഇടവൻ രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇടവക്കൂറുകാരുടെ രാശിനാഥൻ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണു. ആ 4-ാം ഭാവത്തിൽ നിന്ന് മാറാൻ വേണ്ടി പോകുകയാണ്. അതോടൊപ്പം തന്നെ വളരെ അനുകൂലങ്ങളാണ് പല നക്ഷത്രക്കാർക്കും. പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ആ ഒരു ശുക്രൻ ഈ ഒരു ഓഗസ്റ്റ് ആദ്യ വാരം മുതൽ നീചഭംഗ രാജയോഗത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ശുക്രന്റെ ഉച്ചക്ഷേത്രമായ ആ മീനൻ രാശി അധിപനായ വ്യാഴം പൂർണ്ണ ബലവാനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ ഒരു ഭംഗയോഗം സംഭവിക്കുക. ആ നീചത്തിലേക്ക് സംഭവിക്കുന്ന ഇടവക്കൂറുകാർക്ക്, മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് വളരെയധികം മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്രതീക്ഷിതമായ രക്ഷകൾ അവരെ തേടിയെത്തും. അപ്രതീക്ഷിതമായ സഹായം, ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, വളരെയധികം ക്ലേശങ്ങളുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ ക്ലേശങ്ങളാവട്ടെ, മാനസികമായ ക്ലേശങ്ങളാവട്ടെ, കർമ്മപരമായ ക്ലേശങ്ങൾ, ജോലി കിട്ടാത്തവർ, അങ്ങനെ അനവധി ആൾക്കാരായിട്ട്
കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു നീചഭംഗ രാജയോഗം ഓഗസ്റ്റ് മാസം മുതൽ വളരെയധികം നല്ലതായി മനസ്സിലാക്കാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവിക കാര്യങ്ങളിൽ വൈമുഖ്യം ഉണ്ടാവാനും ഈശ്വര സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി ദൈവിക കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുക, ധർമ്മദൈവ കാര്യങ്ങൾ നല്ലതുപോലെ പൂർത്തിയാക്കാൻ സാധിക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഇടവക്കൂറുകാർ വളരെയധികം കരുതലോടുകൂടി നീങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു 5-ാം ഭാവത്തിലേക്ക് വന്ന ശുക്രനെ കൊണ്ട് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതും കുട്ടികളെ സംബന്ധിച്ച് നല്ല അനുകൂലപ്പെട്ടിട്ടുള്ള കാലം, സന്താനങ്ങളിൽ നിന്ന് നന്മയുണ്ടാവാനും സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവാനും ഇടവക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ മധ്യവയസ്സിന് മുകളിലുള്ള ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശിരോരോഗം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും മൂർച്ഛിച്ചേക്കാവുന്നതാണ് ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വാഹനാദി ക്ലേശങ്ങൾ വിട്ടുമാറും. വാഹന സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ വമ്പിച്ച ലാഭം നിങ്ങൾക്കുണ്ടാവും. വാഹനാദി വിഷയങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ അവരെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ സേനാ വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ സാഹസികമായ പ്രവൃത്തികളിൽ കൊണ്ട് നിത്യവൃത്തി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. അപകടകരമായ പല ജോലികളും ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാം. അത്തരത്തിലുള്ള ഈ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായ സ്രോതസ് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രയവിക്രയം ഒരു ഗൗരവത്തോടു കൂടി നിങ്ങൾ നീക്കുന്നതായിട്ട് കാണാം. ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ അനുകൂല സ്ഥിതിയാണ്. പൂർവീക സ്വത്തുകൾ കിട്ടേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു 5-ാം ഭാവത്തിലെ ശുക്രൻ എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം, വളരെ അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു വാരമാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാവും. ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മമേഖലയിലും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അനുകൂല സ്ഥിതി തന്നെ വരാനുള്ള ഒരു വാരമായി മനസ്സിലാക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഭഗവതിക്ക് വിശേഷാൽ കുങ്കുമാർച്ചന ചെയ്യുന്നതും ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു വാരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കണം ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ആ രാശിനാഥനായ ബുധൻ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. 2-ാം ഭാവത്തിൽ ഗുരുവും ആദിത്യനും ചേർന്നിട്ടുള്ള അപൂർവ യോഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 3-ാം ഭാവത്തിലുള്ള കാളസർപ്പദോഷത്തിന് കാരണമാകുന്ന ആ ഒരു ശുക്രൻ അവിടെ നിന്നും മാറി ആ 4-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഈ 12-ാം ഭാവപതി 4-ലേക്കും അതോടൊപ്പം തന്നെ കർമ്മരാശിനാഥനായ വ്യാഴം 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ആദിത്യനോടുകൂടി എന്നുള്ളതാണ് ഈ മിഥുനക്കൂറുകാർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള പുരോഗതി വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഈ ഒരു വാരത്തിൽ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ, കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ മുതൽ വരെ ഈ ഒരു മിഥുനക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ മാനസിക ഊർജത്തെ തുടർന്ന് തന്നെ അവനവന്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കാനുള്ള ഒരു ഉത്സാഹം നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു അലസത വിട്ടുമാറുന്ന വാരമാണ്. അതോടൊപ്പം വാക്ക് ശുദ്ധമാവും, ദൃഢമായി മാറും. തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉറച്ചതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ തീരുമാനിക്കേണ്ട പല കാര്യങ്ങളും തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന ഒരു വാരമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക. വാഹനാദി ലാഭം, വസ്ത്രലാഭം, ആഭരണാദി ലാഭം ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള ഗൃഹനിർമ്മാണങ്ങൾ പലതരത്തിൽ ഇനി പൂർത്തിയാക്കാനുള്ളതാവട്ടെ, ഇനി മുടി കൂട്ടുന്നതാവട്ടെ, ചെറിയ ചെറിയ റിപ്പയർ പോലുള്ളതാവട്ടെ, ഇതൊക്കെ അനുകൂലത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം ഏറ്റവും വിശേഷം എന്നുള്ളത് ഈ ഒരു 7-ാം ഭാവനാഥനായ വ്യാഴം 2-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണു എന്നുള്ളത് മിഥുനക്കൂറുകാർക്ക് വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ളവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാവട്ടെ, വിദേശത്ത് ജോലിക്ക് അന്വേഷിക്കുന്നവരാവട്ടെ, പഠന വിഷയങ്ങൾക്ക് ചെല്ലുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്ക് പല തടസ്സങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ട് നിൽക്കുന്ന കാര്യമാണ്. അവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ വമ്പിച്ച പുരോഗതി നിങ്ങൾക്കുണ്ടാവും. ജോലി മാറ്റം ലഭിക്കുന്നതിനും പുതിയ ജോലി കിട്ടുന്നതിനും ഇനിയുള്ള ജോലിയിൽ ജോലിക്കയറ്റം കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ കർമ്മ മേഖലയിൽ പുരോഗതി ഉള്ളതിൽ വെച്ച് അതോടൊപ്പം തന്നെ അപകടകരമായ സാഹസികമായ ജോലി ചെയ്യുന്നവർ അതീവ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന കാലഘട്ടമാണ്. അമിതമായ ധന ഇടപാട് നടത്തുന്നവർ, വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർ, വലിയ വലിയ നിക്ഷേപങ്ങളിൽ കരുതലോടുകൂടി അലസതയില്ലാതെ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലവും കൂടിയാണ്. അത്തരത്തിൽ ശ്രദ്ധയും കരുതലും വേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്.
ആരോഗ്യ കാര്യത്തിൽ മധ്യവയസ്സിന് മുകളിലുള്ളവർക്കും മറ്റുള്ളവർക്കും ആരോഗ്യപരമായ ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു വാരം തന്നെയാണ്. ഈ 6ാം ഭാവതിയായ ചൊവ്വ 12ൽ സഞ്ചരിക്കുമ്പോൾ പാദരോഗത്തിനും അതോടൊപ്പം തന്നെ സന്ധിവേദനകളും ഒക്കെയുള്ള ഒരു കാലഘട്ടവും കൂടിയാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതും കൂടിയാണ്. ഭഗവതിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ദേശകാലത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വീടിനൊക്കെ അടുത്തുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. കർമ്മമേഖലയിലും മറ്റും തടസ്സം അനുഭവിക്കുന്നവർക്കുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കുക. നാരായണ കവചം എന്നുള്ള മഹാമന്ത്രം വളരെയധികം ഈ പറഞ്ഞ ഫലത്തെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ ഉപകരിക്കുന്നതാണ്. അത്തരത്തിൽ ഈ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി നമ്മൾ ചേർത്ത് കൊണ്ടുവരാനും കൂടി സാധിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ മാത്രം ഇതിൻ്റെ ഒരു പൂർണ്ണത കിട്ടില്ല. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കർക്കിടകൂറുകാർക്ക് ആദിത്യനും വ്യാഴവും ജന്മരാശിയിൽ സ്ഥിതി ചെയ്യണു എന്നുള്ള ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 9ാം ഭാവത്തിലെ ഈ ധർമ്മരാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു ശനി, ആ ശനിയുടെ കാഠിന്യം എല്ലാ കാര്യത്തിലും ഒരു അലസതയും ശ്രദ്ധക്കുറവും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എങ്കിൽ അതൊക്കെ വിട്ടുമാറാൻ പോകുന്ന ഒരു വാരമാണ്. ആത്മതേജസ് വർദ്ധിക്കും, ഉത്സാഹം എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉണ്ടാവും. പൂർത്തീകരിക്കാനുള്ള കർമ്മങ്ങൾ, പദ്ധതികൾ പിന്നീടേക്ക് മാറ്റിവെക്കുന്ന ശീലം നിങ്ങൾ മാറ്റും. അതോടൊപ്പം തന്നെ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഇനി ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്നതാണ്. ജീവിതത്തിലേക്ക് വഴിത്തിരിവുണ്ടാകുന്ന കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. കാര്യം ഒരു 4-5 വർഷത്തിലധികമായി ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവരിൽ പറഞ്ഞ ബഹുഭൂരിഭാഗം ആൾക്കാരും. അവരെ സംബന്ധിച്ച് വലിയൊരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. ഈ ഒരു ഗുരു ആദിത്യ യോഗം എന്നുള്ളത് അവരെ സംബന്ധിച്ച് പല തീരുമാനങ്ങളും കുറെ നാളുകളിലേക്കുള്ളത് എടുക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം 3ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം നടക്കുന്നു എന്നുള്ളത് 11ാം ഭാവോതിയായ ശുക്രന് ആ നീചയോഗത്തിൽ നിന്നും ഒരു ഭംഗം സംഭവിക്കുകയാണ്. ആ നീചതയ്ക്ക് ഭംഗം സംഭവിച്ച് രാജയോഗത്തെ പ്രദാനം ചെയ്യണു എന്നാണ് ആ യോഗത്തിന്റെ അർത്ഥം. അത്രയധികം ശ്രേഷ്ഠ ഫലമാണ് ജന്മരാശിയിലെ വ്യാഴത്തെ കൊണ്ട് അനുഭവിക്കാൻ വേണ്ടി കർക്കിടകൂറുകാർക്ക് സാധിക്കുന്നത്. അതോടൊപ്പം 9ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ചേരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യാഴം ഏതാണ്ട് പൂർണ്ണ ദൃഷ്ടി നൽകുന്നത് കൊണ്ട് ഉച്ചസ്ഥിതനായ ആ ഒരു ശനി 9ാം ഭാവത്തിൽ ധർമാനുകൂലിയായിട്ട് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് വളരെ അനുകൂല സ്ഥിതിയാണ് കർക്കിടകൂറുകാർക്ക്. ആരോഗ്യപരമായ ക്ലേശങ്ങൾ വിട്ടുമാറും, ഉദരപീഡകൾ വിട്ടുമാറും, ശിരോരോഗം വിട്ടുമാറും. ഇതിന്റെ ഫലമായിട്ട് അതോടൊപ്പം സൽസന്താന ഭാഗ്യം ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവും. അതോടൊപ്പം വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ദൂരദേശ യാത്രകളും അതോടൊപ്പം തന്നെ പലയിടത്തും താമസിക്കേണ്ടുന്ന കാലഘട്ടമായിട്ട് നിങ്ങൾക്ക് മാറിയേക്കാം. എങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആഭരണാദി ലാഭം, വസ്ത്രലാഭം, അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് കിട്ടുക. സുഹൃത്തുക്കളിൽ നിന്നും മറ്റൊക്കെ ഇതുവരെ പ്രതീക്ഷിക്കാത്തതായ ഒരു സഹായ ഹസ്തങ്ങൾ നിങ്ങൾക്ക് വരുന്ന ഒരു കാലഘട്ടമായി കർക്കിടകൂറുകാർക്ക് ഇത് മനസ്സിലാവും. അതോടൊപ്പം ശനിക്ഷേത്ര ദർശനം ചെയ്യണം. അതീവ ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. ഈ ജന്മ വ്യാഴം എന്നുള്ളത് എല്ലാവർക്കും അത് പൂർത്തീകരിച്ച് അനുകൂലത്തെ കൊണ്ടുവരാൻ സാധിക്കണമെന്നും ഇല്ല. അവരുടെ ജാതകത്തിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതിയാണ് ഇതിന് പൂർണ്ണ പ്രധാനം എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈശ്വരാധീനം വർദ്ധിക്കും, ഗുരുജനങ്ങളിൽ നിന്നും അനുഗ്രഹം കിട്ടും, ഗുരുഭക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിൽ കർമ്മമേഖലയിലും ജീവിതത്തിലും വളരെ പുരോഗതിക്ക് തുടങ്ങുന്ന ഒരു വാരമായി മനസ്സിലാക്കുക കർക്കിടകൂറുകാർ. വിദേശ യാത്രകൾക്കും മറ്റും അനുകൂല സമയമാണ്. ആ ശനിയുടെ കാഠിന്യം കുറയും എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറും, അപകടങ്ങൾ കുറയും. അതോടൊപ്പം തന്നെ അകാരണമായ ക്ലേശങ്ങളും ഭയവും നിങ്ങൾക്ക് വിട്ടുമാറും. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പുതുതായിട്ടുള്ള കർമ്മമേഖല തുടങ്ങാനുള്ള ശ്രദ്ധകൾ ഉണ്ടാവും. കർമ്മമേഖല ആരംഭിക്കാനുള്ള സാധ്യത പല ആൾക്കാർക്ക് ഈ ഒരു വാരം പലതും തുടങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. ബിസിനസ് ആവട്ടെ മറ്റു പലതും ആരംഭിക്കുന്നതിനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു വാരം. കർക്കിടകൂറുകാർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ സുദർശന മഹായന്ത്രം ധരിക്കുന്നത് അകാരണമായിട്ടുള്ള ദോഷങ്ങൾ, മനസ്സിന്റെ ക്ലേശങ്ങൾ മാറിക്കിട്ടാൻ വളരെയധികം നല്ലതാണ്. മനസ്സിനൊരു ആത്മധൈര്യം ചില സമയത്ത് ഇപ്പോൾ കുറയുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി സുദർശന യന്ത്രം ധരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യമാദങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങക്കൂറിൽ ശുക്രൻ ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം തീയതിയോട് കൂടിയിട്ട് ശുക്രൻ ഓഗസ്റ്റ് 2 കൂടിയിട്ട് രാശി മാറാൻ വേണ്ടി പോവുകയാണ്. ഈ ശുക്രൻ രാശി മാറുന്നതോട് കൂടിയിട്ട് ചിങ്ങക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ജന്മരാശിയിൽ ശുക്രനും
കേതുവും കൂടി സ്ഥിതി ചെയ്യുമ്പോൾ ആ കാളസർപ്പദോഷത്തെ പൂർത്തീകരിക്കുന്ന ഒരു യോഗം ആ ശുക്രനിലൂടെയാണ് വന്നിട്ടുള്ളത്. അത് അവിടുന്ന് വിട്ടുമാറി അതിൽ നിന്നും കന്നിരാശിയിലേക്ക്, നീചരാശിയിലേക്ക് പോകുന്ന ശുക്രൻ ഇവരെ സംബന്ധിച്ച് നീചഭംഗ രാജയോഗത്തിൽ ഏറ്റവും കൂടുതൽ അനുകൂലം വരാൻ വേണ്ടി പോകുന്നത് 12ാം ഭാവത്തിലുള്ള വ്യാഴം കൊണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാരാണ്. അവരുടെ 2ാം ഭാവത്തിൽ അപ്രതീക്ഷിതമായ ഈ ഒരു യോഗം എന്നുള്ളത് 12ലുള്ള വ്യാഴത്തിന്റെ ആ ഒരു ഫലം, ആ ഒരു മോശഫലത്തെ അനുകൂലമാക്കി മാറ്റുന്നതാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും. വാക്ചാതുര്യം വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതിന് വേണ്ടുന്നതായ മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ ദീർഘനാളുകളിലേക്കുള്ള പദ്ധതികളിൽ നിക്ഷേപങ്ങളാവട്ടെ, സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ചിങ്ങക്കൂറുകാർ. എങ്കിൽ അഷ്ടമത്തിലുള്ള ശനിയുടെ ദോഷം കാഠിന്യം കുറഞ്ഞിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടുകൂടി പരിശ്രമിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്താൻ സാധിക്കും. നേത്രരോഗങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ അകാരണ ഭയം നിങ്ങൾക്ക് വിട്ടുമാറും. ഈശ്വരാധീനത്തിന്റെ കുറവ് കൊണ്ട് തന്നെ കർമ്മമേഖലയിൽ പല ക്ലേശങ്ങളും നിങ്ങൾക്കുള്ളവർ ഈ ഒരു ചിങ്ങക്കൂറുകാരെ കാണാം. വിഷ്ണു ക്ഷേത്ര ദർശനം അനിവാര്യമായി ചെയ്യുക. അതോടൊപ്പം തന്നെ രാശിനാഥനായ ആദിത്യൻ 12ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിവക്ഷേത്ര ദർശനം പറ്റുന്നതും നിത്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. ആരോഗ്യ ക്ലേശമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശിവന് ധാര നടത്തുന്നതും വളരെയധികം നല്ലതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ആരോഗ്യം വളരെ ബുദ്ധിമുട്ടായിട്ട് കിടപ്പിലൊക്കെ ആയിട്ടുള്ള രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ചിങ്ങക്കൂറുകാര് ഈ ഒരു കാലഘട്ടത്തിൽ നാരായണ കവചം എന്നുള്ള യന്ത്രം ധരിക്കുന്നതും അതോടൊപ്പം തന്നെ നിത്യം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദോഷകാഠിന്യം കുറഞ്ഞു വരാനുള്ള വളരെ നല്ല വഴിയാണ്. അത്തരത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകൾക്ക് ക്ലേശം വിട്ടുമാറുന്നതും ആ ശനിയുടെ അനുകൂല സ്ഥിതി കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ അനുകൂലവും അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നല്ലതുപോലെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ പ്രണയിതാക്കളെ സംബന്ധിച്ച് വിവാഹത്തിലേക്കും അതോടൊപ്പം തന്നെ വിവാഹം അന്വേഷിച്ച് കുറെ നാളുകളായി നടക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് അനുകൂലത്തിൽ വരാനുള്ള ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. വാഹനാദി ലഭ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു 4ാം ഭാവപതിയായ ചൊവ്വ എന്നുള്ളത് അവരുടെ കർമ്മരാശിയിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഭൂമി ഇടപാടുകളിലും ഒക്കെ ക്രയവിക്രയങ്ങൾ ധാരാളം നടക്കുന്ന ഒരു വാരമായി മനസ്സിലാക്കുക. വാഹനാദി വിഷയങ്ങളിലൂടെ ജീവിക്കുന്നവർക്കും അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. സ്വന്തമായി വാഹനങ്ങളൊക്കെ കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഭഗവതിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുന്നത് കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാവാൻ വളരെയധികം നല്ലതാണ്. ഈ ഒരു ചിങ്ങക്കൂറുകാർ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാർക്കാണ് ഇനി പറയുന്നത്. കന്നിക്കൂറുകാരുടെ 7 ശനി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കന്നിരാശിയിലേക്കാണ് ശുക്രൻ വരുന്നത്. കന്നിരാശിയിൽ ശുക്രൻ വരുമ്പോൾ ആ കന്നിരാശി നാഥൻ വളരെ അനുകൂല സ്ഥിതനായി സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ 11ാം ഭാവത്തിലുള്ള വ്യാഴം എന്നുള്ളത് ഏറ്റവും അനുകൂലമായി കൊണ്ട് ഉച്ചരാശിയിൽ കന്നിക്കൂറുകാർക്ക് അനുഗ്രഹം നൽകുകയാണ്. അത്തരത്തിലുള്ള അനുകൂലം എന്നുള്ളത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും അനുകൂല സ്ഥിതിയാണ്. അപൂർവ ഭാഗ്യങ്ങളെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. കുറെ നാളുകളായിട്ടുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്ക് വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ പൂർവികമായ സ്വത്തുവകകൾ നിങ്ങൾക്ക് ധാരാളം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പലതരത്തിലുള്ള അപവാദങ്ങളെ കൊണ്ടും ചെറിയ ചെറിയ അനിഷ്ടതകളെ കൊണ്ടൊക്കെയുള്ള കുടുംബജീവിതത്തിലെ സമാധാനം, ആ സമാധാനം തിരിച്ചു വരുന്നതാണ്. അത്തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചവർക്ക് അതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. അനാരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ തീർത്ഥാടനങ്ങൾക്കും ദൂരദേശ യാത്രകൾക്കും നിങ്ങൾക്ക് അനുകൂലപ്പെട്ടിട്ടുള്ള സമയമാണ്. കർമ്മമേഖലയിൽ വീണ്ടും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം നിങ്ങൾക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വിദേശ യാത്രകൾ അനുകൂലമാവാം. ഭാര്യാഭർത്തൃ ബന്ധം വളരെ മെച്ചപ്പെട്ടതായിരിക്കാം. പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ട കാലമാണ്. മധ്യവയസ്സിന് മുകളിലുള്ളവർ ആരോഗ്യസ്ഥിതിയിൽ ക്ലേശങ്ങൾ വിട്ടുമാറും, സംശയമില്ല. കുട്ടികളെ സംബന്ധിച്ച് പഠന വിഷയങ്ങളിൽ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഭഗവതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നതും ഭഗവതി സേവ നടത്തുന്നതും വളരെയധികം നല്ലതാണ്. ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ കന്നിക്കൂറുകാർ. ചിത്തിരജ്യോതി, വിശാഖത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് പിന്നീട് നോക്കാൻ സാധിക്കുക. തുലാവക്കൂറുകാർക്ക് 10ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും സ്ഥിതി ചെയ്യണു എന്നുള്ളത് തന്നെ ഏറ്റവും വമ്പിച്ച ഒരു അനുകൂല കാര്യമാണ്.
എല്ലാ കാര്യത്തിലും ഒരു ഈശ്വരാധീനം വർദ്ധിക്കും, ശ്രദ്ധ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ഊർജം വർദ്ധിക്കുന്ന ഒരു വാരമായിട്ട് തന്നെ മനസ്സിലാക്കാം. കർക്കിടക മാസത്തോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ അനുകൂലം വരുന്നത് ഈ തുലാവക്കൂറുകാർക്കാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും. അവരെ സംബന്ധിച്ച് പല പല നേട്ടങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ്. അകാരണമായ ആരോഗ്യ ഭയം അവരെ സംബന്ധിച്ചുണ്ടാവും. പല കാര്യങ്ങളിൽ അവർക്ക് ഇന്നിന്ന അസുഖങ്ങൾ വരുമോ എന്നുള്ള ഒരു ഭയം അവരെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള കാലഘട്ടമാണ്. എങ്കിൽ ആരോഗ്യപരമായി അവർ വിഷമിക്കേണ്ടുന്ന കാലഘട്ടമല്ല. ഒരു പരിധി വിട്ടിട്ടുള്ള ആരോഗ്യ ക്ലേശങ്ങൾ അവർക്ക് വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സഹോദര സൗഹൃദ ബന്ധത്തിലുണ്ടാവുന്ന ചെറിയ ചെറിയ ക്ലേശങ്ങൾ അവർക്ക് ഈ ഒരു വാരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സൗഹൃദങ്ങളിലും സഹോദരന്മാരിലും ക്ലേശങ്ങളും മനപ്രയാസവും ഉണ്ടാവാനുള്ള ഒരു വാരമാണ്. കരുതലോടുകൂടി നീങ്ങാൻ സാധിക്കുക. വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതിയാണ്. വ്യാഴം 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യണു എന്നുള്ളത് കൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാവും, വമ്പിച്ച ആദായം ഉണ്ടാവും, ജോലിക്കയറ്റം ഉണ്ടാവും. ജോലി അന്വേഷിക്കുന്നവർക്ക് പലതരത്തിലായി ജോലി നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന പല ആൾക്കാർക്കും ജോലി കരസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ്. വാഹനാദി ഭവന ഭൂമി ലാഭം ഉള്ള ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സൽസന്താന ഭാഗ്യം ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാവുന്ന കാലഘട്ടമാണ്. അകാരണമായിട്ടുള്ള ശത്രുക്കൾ, അകാരണമായി ആൾക്കാരുമായി സംസാരത്തിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം. ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണയൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. അതോടൊപ്പം തന്നെ അമിതമായ ഇടപെടലുകൾ കലഹങ്ങളിലേക്ക് എത്താനുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒക്കെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ്. പ്രത്യേകിച്ച് സാംസ്കാരിക കല രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ ഒരു കരുതൽ ഉണ്ടാവേണ്ടുന്ന ഒരു വാരമാണ്. അതോടൊപ്പം വിദേശ യാത്രകൾ സുഗമമായി നടക്കും. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, ഭഗവതി സേവയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നിടത്തൊക്കെ കൊടുക്കാൻ സാധിക്കുക. ഇനിയിപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇല്ലെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ പേരിൽ ഭഗവതി സേവയിൽ അർച്ചന ചെയ്യുമെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ട് മനസ്സിലാക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് മാനസിക ഊർജം വർദ്ധിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത്രയധികം ഈശ്വരാധീനം നിങ്ങളെ ചേർത്ത് വെക്കാനുണ്ട്. അത് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ ഈ തുലാവക്കൂറുകാർ. അതോടൊപ്പം സുദർശന യന്ത്രം നടത്തുന്നതും ശനികവചം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുകൂടി ചേർത്ത് വെക്കാൻ സാധിക്കും. അകം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ചൊവ്വ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ്. 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കണു. അതോടൊപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലുള്ള വ്യാഴം മഹാഭാഗ്യസ്ഥിതനായിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർമ്മരാശിനാഥനായ ആദിത്യൻ 9ാം ഭാവത്തിൽ യോഗം ചെയ്യണു എന്നുള്ളത് കർമ്മ മേഖലയിലാണ് വളരെ അത്ഭുതങ്ങൾ, വ്യത്യസ്തമായ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വാരമാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായി ജോലി കയറ്റം ഉണ്ടാവുകയും ജോലി പ്രതീക്ഷിക്കാതിരുന്നവർക്ക് ജോലി കിട്ടുകയും അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കും എന്നുള്ളതിൽ സംശയമില്ല. അതോടൊപ്പം വൃശ്ചികക്കൂറുകാർക്ക് കുടുംബാംഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വാരമാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കുന്നതും അതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒരു വാരമായിട്ട് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാത്ത ഒരു വാരവും കൂടിയായിട്ട് മനസ്സിലാക്കാം. ഈ രാശിനാഥനായ ചൊവ്വ 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കണു എന്നുള്ളത് കൊണ്ട് തന്നെ ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടാനാണ് വൃശ്ചികക്കൂറുകാർക്ക് സാധ്യത. അത്തരത്തിൽ പ്രണയ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയും അതോടൊപ്പം വിവാഹം അന്വേഷിക്കുന്നവർക്ക് അത് തരപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ സർവീസിൽ ജോലി ചെയ്യുന്നവർ പലതരത്തിലുള്ള രാജ്യ സുരക്ഷാ വിഭാഗങ്ങളിലാവട്ടെ, നമ്മളുടെ പലതരത്തിലും നമ്മളെ സേനകളായിട്ട് നമ്മളെ കാക്കുന്നവരാവട്ടെ, അവരെ സംബന്ധിച്ചിട്ടൊക്കെ ഈ വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം ജോലിക്കയറ്റത്തിനും ജോലി കാര്യത്തിൽ ഉയർച്ചയുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരി പഠനത്തിന് മറ്റുമുള്ള ഒരു സമയമാണ്. പഠിക്കുന്ന ചെറിയ കൊച്ചുമക്കളെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ്. വൃശ്ചികക്കൂറുകാർ ക്ഷേത്ര ദർശനം നിത്യം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം, ഭഗവതി ക്ഷേത്ര ദർശനം അത് മുഖ്യമായി നിങ്ങൾക്ക് ആഴ്ചകളിൽ പൂർത്തിയാക്കാൻ സാധിക്കുക. ലളിതാ സഹസ്രനാമം അർച്ചനയായിട്ടും സ്വന്തം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അതോടൊപ്പം തന്നെ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നത് സാമ്പത്തികമായി 9ാം ഭാവത്തിലുള്ള ആ വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി, അതോടൊപ്പം തന്നെ 11ാം ഭാവത്തിലുള്ള ഈ ഒരു നീചഭംഗ രാജയോഗത്തിലെ ശുക്രന്റെ അനുകൂലം, ഇതൊക്കെ ചേർക്കാൻ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതാണ് ഈ ഒരു വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ളത്. ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
മൂലം, പുരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറുകാരുടെ രാശിനാഥൻ അഷ്ടമത്തിൽ ആദിത്യനോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കരുതി നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ തന്നെയും ഈ ധനുക്കൂറുകാരുടെ കണ്ടകശിനി ദോഷത്തിന്റെ ഒരു കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് ആ വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ. 10ാം ഭാവത്തിൽ നീചഭംഗ രാജയോഗം സംഭവിക്കണു എന്നുള്ളത് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടത്തിൽ നിന്നും ലാഭം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതിൽ നിന്നും നിങ്ങൾക്ക് തിരിച്ചൊരു ലാഭം ഉണ്ടാവുന്നതും, നശിച്ചുപോയി എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതും, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ധനുക്കൂറുകാരെ ചേർത്ത് വെക്കേണ്ടത്. ഈശ്വരാധീനത്തിന്റെ കുറവ് എല്ലാത്തിലും നിങ്ങൾക്ക് സാരമായി ബാധിച്ചേക്കാം. സഹസ്രനാമം ജപിക്കുന്നതും ഈശ്വര എന്നുള്ള വിചാരത്തോടു കൂടി നീങ്ങലാണ് ഏറ്റവും ഈ ഒരു അനുകൂലത്തെ കൊണ്ടുവരാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം. അത്തരത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ ധനുക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. അഷ്ടമത്തിലുള്ള ആ ഒരു വ്യാഴത്തെ ചേർത്ത് അനുകൂലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അകാരണമായ ക്ലേശങ്ങളും ഭയവും വിട്ടുമാറും എന്ന് തന്നെ പറയാൻ സാധിക്കണം. ആ 4ാം ഭാവത്തിലുള്ള ശനിക്ക് നിരന്തരം പ്രാർത്ഥനകളിലൂടെ ശനിയുടെ കാഠിന്യത്തെ കുറഞ്ഞ് പൂർണ്ണമായ അനുകൂലത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായും മാനസിക ഊർജമായും സമ്പത്തുകളായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരു വാരവും കൂടിയാണ്. അതോടൊപ്പം വിദേശ യാത്രകൾ നിങ്ങൾക്ക് ക്ലേശമുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസിക ഊർജത്തിനനുസരിച്ചിട്ടാണ് ധനുക്കൂറുകാർ ഈ ഒരു വാരത്തിൽ നീങ്ങുക. ചെറിയ കാര്യത്തിൽ പോലും ടെൻഷൻ ഉണ്ടാവുകയും ചെറിയ കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വാരമായിട്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾ ആ ചെറിയ കാര്യമൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാർ പോലും ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു വാരത്തിലുണ്ട്. അമിതമായിട്ടുള്ള ഈശ്വരാധീനത്തിന്റെ കുറവുണ്ട്. അതോടുകൂടി തന്നെ വ്യാഴം എന്നുള്ളത് കർമ്മമേഖലയിൽ ആ ഒരു അനുകൂല സ്ഥിതി കൊണ്ടുവരാൻ ശുക്രക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതായത് ശുക്രൻ എന്നുള്ള ഗ്രഹത്തിന് നവഗ്രഹത്തിൽ വിശേഷമായ അർച്ചനകളും പൂജകളും ശുക്രന്റെ നാമത്തെ ജപിക്കുന്നതും വളരെയധികം നല്ലതാണ്. എല്ലാ ദിവസവും അത്തരത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കുന്നതും ധനുക്കൂറുകാർക്ക് നല്ലതാണ്. പല ധനുക്കൂറുകാരും ക്ലേശപ്പെട്ട് അല്ലെങ്കിൽ കഷ്ടതയോടുകൂടിയുള്ളവർ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. അത്തരത്തിൽ കർമ്മമേഖലയിൽ പുരോഗതി ഉണ്ടാവാൻ അഷ്ടമത്തിലുള്ള ആദിത്യന്റെ അനുകൂല സ്ഥിതി കൊണ്ടുവരാൻ വേണ്ടി കർക്കടക മാസമാണ്. അത്തരത്തിൽ പിതൃ കാര്യങ്ങളിലും മറ്റും ശ്രദ്ധയുണ്ടാവുകയും പിതൃകർമ്മങ്ങളിലും ഒക്കെ ശ്രദ്ധയുണ്ടാവുകയും ചെയ്യുന്ന ഒരു വാരവും കൂടിയാണ്. അത് ചേർത്തു വെക്കാൻ സാധിക്കട്ടെ ഈ ഒരു ധനുക്കൂറുകാരൻ. ശനിക്ഷേത്ര ദർശനവും നീരാഞ്ജനവും മുടങ്ങാതെ ചെയ്യാൻ കൂടി സാധിക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടത്തിന്റെ ആദിപാദങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്ക് വ്യാഴവും ആദിത്യനും സ്ഥിതി ചെയ്യുകയാണ്. വളരെ അനുകൂലപ്പെട്ട കാലമാണ് ഈ ഒരു കർക്കടക മാസം. അവർക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ്, പ്രത്യേകിച്ച് ഈ 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കണു. അതൊരു അനിഷ്ടതകളാണ് അവരെ സംബന്ധിച്ച് കൊണ്ടുവരുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യത്തിലും അവനവന്റെ തന്നെ സ്വയംകൃതമായിട്ടുള്ള അനർത്ഥങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാരാണ് ഈ മകരക്കൂറുകാരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി പോകുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു നിവൃത്തി വരാൻ വേണ്ടി പോകുകയാണ്. ആരോഗ്യ കാര്യങ്ങളിലുള്ള അകാരണ ഭയം മാറും. ആരോഗ്യ കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരു തൃപ്തരായി നീങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അസുഖങ്ങളിലൊക്കെ ഒരു തൃപ്തി. കാര്യം എന്താ, അസുഖങ്ങൾ കുറയാൻ വേണ്ടി തുടങ്ങണു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആനന്ദം ഉണ്ടാവാനുള്ള കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. കുറേ നാളുകളായി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതായ വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാവാൻ പോകുന്ന ഒരു വാരമായി മനസ്സിലാക്കാം. ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകൾ, കുറെ വർഷങ്ങളായി പൂർവീക സ്വത്ത് തമ്മിലുള്ള തർക്കങ്ങളാവട്ടെ, അത്തരത്തിൽ അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങൾ, കൊടുക്കല് വാങ്ങലുകളെ കൊണ്ട് ഒരുപാട് നാളുകളായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൂടെ കഷ്ടപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ മാറ്റം വരുന്ന ഒരു കാലമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സത്സന്താന ഭാഗ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിൽ തന്നെയും അകാരണമായ ഒരു ടെൻഷൻ നിങ്ങൾ അസുഖത്തെ വിളിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണമായി ഓവർ തിങ്ക് ചെയ്യുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് അസുഖങ്ങൾ പിടിപെടാനും ഒരു കാലഘട്ടവും കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കാം. അതോടൊപ്പം 5ാം ഭാവത്തിലുള്ള ഈ ഒരു ചൊവ്വ എന്നുള്ളത് പൂർവികമായ അനുകൂലത്തെയും അതോടൊപ്പം തന്നെ ബുദ്ധിക്ക് ഒരു സാമർഥ്യം വർദ്ധിക്കുന്നതും നല്ലതുപോലെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇതെല്ലാവർക്കും വരണം എന്നില്ല. ഇതൊക്കെ ഏറെക്കുറെ എല്ലാവരുടെ ജീവിതത്തിലും മകരക്കൂറുകാർക്ക് മാറ്റം വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയാം. ഇതെന്തന്നെ മറ്റുള്ള ഒരു നക്ഷത്രക്കാർക്ക് വരണം തോന്നണ്ട. അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അനുകൂല സ്ഥിതിയാണ് ഉണ്ടാവുക. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു 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 ഉത്സാഹം അവർക്ക് ഉണ്ടാവും. ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു വാരമാണ് വിദ്യാർത്ഥികൾക്ക്. ആ നീചഭംഗ രാജയോഗത്തിലുള്ള ബുധനും കൂടിയാണ് അതിനുള്ള കാരണം. അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യാത്രകളും
വിദേശത്തുള്ള യോഗങ്ങളും വിവാഹ കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം. കുറെ നാളുകളായി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ദാമ്പത്യ വിവാഹ ജീവിതം കരസ്ഥമാകുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ചും അനുകൂലപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വാഹനാദി വിഷയങ്ങളിൽ ക്ലേശത വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായി മനസ്സിലാക്കുക. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും നീരാഞ്ജനം ചെയ്യുന്നതും ശനികവചം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച്. അവിട്ടം, ചതയം, പൂരുട്ടാതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ വ്യാഴവും ആദിത്യനും സഞ്ചരിക്കണു എന്നുള്ളത് തന്നെ മാനസികമായിട്ടുള്ള ഒരു ക്ലേശം. കാര്യങ്ങളൊക്കെ നേരെയായി കഴിഞ്ഞാലും അത് ശരിയാവില്ലേ എന്നുള്ള ഒരു അകാരണമായ ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. ഈശ്വരാധീനത്തിന്റെ ഒരു കുറവുള്ള ഒരു കാലഘട്ടമാണ്. അകാരണമായി അശ്രദ്ധ കൊണ്ട് അപകടങ്ങളും വീഴ്ചകളും വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ വാഹനാദി കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്നതാണ്. കാര്യം ഈ ഒരു 2ാം ഭാവത്തിലെ ശനി എന്നുള്ളത് കാഠിന്യം കുറഞ്ഞ് വക്രസഞ്ചാരം ആരംഭിക്കുകയാണ് നാളെ മുതൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുംഭക്കൂറുകാർക്ക് സാമ്പത്തികമായി അപ്രതീക്ഷിതമായ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഒരുവിധം കാര്യങ്ങളൊക്കെ ക്ലേശങ്ങൾ സാമ്പത്തികമായി തീർക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ തീർത്തു നീങ്ങുന്ന ഒരു വാരമായി മനസ്സിലാക്കാം. സന്താനങ്ങളെ കൊണ്ട് ക്ലേശമില്ലാത്ത ഒരു വാരം തന്നെയാണ്. സൽസന്താന ഭാഗ്യം ഉണ്ടാവും. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ തീരുമാനങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും. എല്ലാ തരത്തിലുള്ള മനോവിഷമങ്ങൾ വിട്ടുമാറും. പുതിയൊരു ദാമ്പത്യ ജീവിതം പോലെ കുറേ വർഷത്തിന് ശേഷവും കൂടി വീണ്ടും ഒരു സ്നേഹാധിക്യം അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. നേത്രരോഗങ്ങൾ വിട്ടുമാറും. അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാർക്ക് പൂർവികമായ സ്വത്തുവകകൾ കിട്ടുന്നതും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സ്വത്തുവകകളിലും മറ്റു പൂർവികമായ ഇടപാടുകളിലും മറ്റൊക്കെ ക്ലേശങ്ങൾ തീർന്ന് ലഭ്യതയ്ക്കുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ മധ്യവയസ്സിന് മുകളിലുള്ളവരെ സംബന്ധിച്ച് അനാരോഗ്യ സ്ഥിതി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അശ്രദ്ധ കൊണ്ടും അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം ഉള്ളവർ, അശ്രദ്ധ കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ പല അസുഖങ്ങളും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറഞ്ഞത് കൊണ്ട് വന്നു ചേരുന്നതാണ്. അത്തരത്തിലുള്ളതല്ല, മറിച്ച് അങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും ഒക്കെയുള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ ഒരു കുംഭക്കൂറുകാർ. ശനിക്ഷേത്ര ദർശനം ചെയ്യുന്നതും ശനികവചം എന്നുള്ള ആ ഒരു ദിവ്യ യന്ത്രം ധരിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുക, ലളിതാ സഹസ്രനാമം കേൾക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മനസ്സിനൊരു ശാന്തി ഉണ്ടാവുന്ന വാരമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച്, മീനക്കൂറിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ആ ഒരു രാശിനാഥൻ അവരുടെ 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ 6ാം ഭാവപതിയായ ആദിത്യൻ 5ലേക്ക് യോഗം ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ അനുകൂലം എന്നാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പല നടക്കാത്ത കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. അവർക്ക് പോലും സാധിക്കില്ല എന്ന് അവനവൻ തോന്നിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന ഒരു കാലഘട്ടമാണ്. നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരും. അകാരണമായി ശത്രുതയിലേക്ക് മാറി നിന്ന ആൾക്കാർ നിങ്ങളെ തേടി വരുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മീനക്കൂറുകാർക്ക്. കുറേ വർഷങ്ങളായിട്ട് കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഏതാണ്ട് ഒരു 4-5 വർഷത്തിന് ശേഷം അനുകൂല സ്ഥിതി വരാൻ വേണ്ടി പോകുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടുന്ന ഒരു സ്ഥാനം കൽപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരിൽ നിന്നൊരു അനുകൂല സ്ഥിതി ഉണ്ടാവാനൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടുന്ന പ്രധാന കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു വാരമാണ്. അതോടൊപ്പം തന്നെ പൂർവീകമായ അനുകൂലങ്ങൾ, അനുഗ്രഹങ്ങളാവട്ടെ, സ്വത്തുവകകളാവട്ടെ ഒക്കെ നിങ്ങൾക്ക് തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. ബുദ്ധി നല്ലതുപോലെ വർദ്ധിക്കും. നല്ലതുപോലെ തെളിഞ്ഞ അല്ലെങ്കിൽ ചിന്താഗതി നിങ്ങൾക്ക് മാറ്റം വരുന്ന നല്ലൊരു പരിവർത്തനം മാനസികമായിട്ടുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് മീനക്കൂറുകാർക്ക്. വിദേശ യാത്രകളും മറ്റും നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. അപ്രതീക്ഷിതമായ വിദേശത്തേക്ക് ജോലി ഓഫർ വരിക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വിദേശത്ത് പഠനത്തിന് അവസരം കിട്ടുക, അപ്രതീക്ഷിതമായ വിദേശ സഞ്ചാരം നിങ്ങൾക്ക് ഒരു ലഭ്യത, ഇതൊക്കെ വരുന്ന ഒരു വാരമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അനുകൂലമാണ്. ആ ഒരു നീചഭംഗ രാജയോഗം കൊണ്ട് ദാമ്പത്യ ക്ലേശത്തിൽ ഒരിക്കലും നേരെയാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ തമ്മിൽ ചേർന്ന് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ പ്രണയിതാക്കളെ സംബന്ധിച്ച് പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്ന കാലഘട്ടമാണ്.
അതോടൊപ്പം തന്നെ വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തുള്ള പ്രവാസികളെ സംബന്ധിച്ചും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രവാസികളായി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് നാട്ടിൽ വരുന്നതിന്, നാട്ടിലൊക്കെ വരാൻ വേണ്ടി കുറേ നാളുകളായി കാത്തിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്നത് കൊണ്ട് നാട്ടിൽ വന്നാൽ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു ഭയത്തിൽ നാട്ടിൽ വരാതിരിക്കുന്ന ആൾക്കാർ, അത്തരത്തിലുള്ളവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണ് മീനക്കൂറുകാർ. അത്തരത്തിലുള്ള ക്ലേശങ്ങളൊന്നും നിങ്ങൾക്ക് ബാധിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം ചെയ്യുക, അതോടൊപ്പം ശിരോരോഗം, ആരോഗ്യപരമായിട്ടുള്ള ശിരോരോഗങ്ങളും വാദസംബന്ധപ്പെട്ട സുഖങ്ങളും രക്ത അസുഖങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളിൽ മുടികൊഴച്ചിൽ പോലുള്ളതും അതോടൊപ്പം തലവേദന പോലുള്ളതിലൊക്കെ ഒരു ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. വേണ്ടുന്ന ചികിത്സ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച്. ശനികവചം ധരിക്കുന്നതും നാരായണ യന്ത്രം ധരിക്കുന്നത് ഈ ഒരു 5-ാം ഭാവത്തിലെ വ്യാഴം സർവാഭിഷ്ട ഫലത്തെ നൽകാൻ ഗുരുവായൂരപ്പനെ പോലെ എല്ലാം അറിഞ്ഞ് അനുഗ്രഹിക്കാനുള്ള ഒരു പ്രാപ്തിയുള്ള വ്യാഴാണ്. ആ ഒരു വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി ഏറ്റവും കൂടുതൽ അനുകൂലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നവർ മീനക്കൂറുകാരാണ്. നാരായണ കവച യന്ത്രം ധരിക്കുന്നത് തീർത്തും ഇതിനൊരു അനുകൂലത്തെ ചേർത്ത് കിട്ടും എന്നുള്ളതിൽ സംശയമില്ല. ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസത്തിലും പെരികമന മന്ത്രശാലയിൽ നടത്തുന്ന ഗണപതി ഹോമം, ഭഗവതി സേവയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം. നിങ്ങളുടെ പേരും നാളും അയച്ചു തന്നാൽ അർച്ചനയായിട്ട് അത് നടത്തുന്നതാണ്. സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്യേണ്ടവർ വാട്സപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.